പ്രാസ്ഥാനിക നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രാസ്ഥാനിക സംഗമമാണിത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രാസ്ഥാനിക രംഗത്തെ വലിയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ വലിയൊരു സയ്യിദും ആലിമും നേതാവുമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകൾ. ഇവിടെ പ്രഭാഷണങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ മതവൈജ്ഞാനിക, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് വലിയ ഉയർച്ചക്കും വളർച്ചക്കും കാരണമാകുന്ന നമ്മുടെ മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃതലത്തിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്ക് ധാരാളം മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃതലത്തിലുള്ള പ്രത്യേകമായ ഇടം നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ നാം മാതൃകയാക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. വലിയ പണ്ഡിതനായിരുന്നു, അതോടൊപ്പം തന്നെ ധാരാളം മഹല്ലുകളുടെ ഖാദിയായിരുന്നു. വലിയ ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടേത്. പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കാസർഗോഡ് ജില്ലയിൽ ഒരു സംയുക്ത ജമാഅത്തിൻ്റെ ഖാദി എന്നുള്ള നിലക്ക് ബൈഅത്ത് ചെയ്തത് ഞങ്ങളുടെ മലയോര മേഖലയിലുള്ള ബേഡെടുക്ക കുറ്റിക്കോൽ സംയുക്ത ജമാഅത്തായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അവരുമായി മുശാവറ ചെയ്തതനുസരിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കാണുകയും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നമ്മുടെ വലിയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അത് ഏറ്റെടുത്തുകൊണ്ട് ഖാദി ബയ്യത്തിന് സമ്മതിക്കുകയും ചെയ്തു. നമുക്ക് ഇന്ന് വരെ പല ഖാദിമാരെയും കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പഴയ പാരമ്പര്യ ഖാദിമാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിരുന്നു എന്ന് നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിച്ചു. ഖാദി ബയ്യത്ത് കഴിഞ്ഞു, തൊട്ടടുത്ത മഹല്ല് പ്രതിനിധികളുടെ ജനറൽ ബോഡി വിളിച്ച ആ മീറ്റിങ്ങിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുമ്പോൾ സംയുക്ത ജമാഅത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എന്നെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞത്, നമുക്ക് ആ ജനറൽ ബോഡിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് കൂടിയിരിക്കണം. പ്രധാനപ്പെട്ട ഏതാനും വ്യക്തികളുമായി കൂടിയിരുന്നു കൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ ജനറൽ ബോഡിയിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ള ചില വിഷയങ്ങൾ അവിടുന്ന് വിശദീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞു, നമ്മുടെ സംയുക്ത ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ജമാഅത്തിൻ്റെ പാരമ്പര്യമായി നടന്നു വരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നമുക്ക് വലിയ ഉയർച്ചയും വളർച്ചയും സാമൂഹിക മുന്നേറ്റവും ജമാഅത്തിലൂടെ നമുക്ക് നടത്താൻ കഴിയണം. അതിന് സംയുക്ത ജമാഅത്തിൻ്റെ ഭാരവാഹികൾ തന്നെ ഓരോ ഭാരവാഹികൾക്കും ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറയുന്നു, ഒന്ന് ദഅവ, മറ്റൊന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നാലാമത്തത് മസ്ലഹത്ത്. ഇങ്ങനെ 4 വകുപ്പുകളാക്കി തിരിച്ചുകൊണ്ട് സംയുക്ത ജമാഅത്തിൻ്റെ ഭാരവാഹികൾ എടുക്കുമ്പോൾ ഓരോ ആളുകൾക്കും വകുപ്പുകൾ വിഭജിച്ചു കൊടുത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി സംയുക്ത ജമാഅത്തിനെ നയിക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ്, ആ സമയത്തൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. ധാരാളം ഖാദിമാരൊക്കെ പല ഭാഗത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് അവർ മാസം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ മാസമായി എന്നുള്ള വിവരം അറിയിക്കാൻ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വലിയില്ലാത്ത പെൺകുട്ടികളുടെ നിക്കാഹിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ മാത്രമാണ് ഖാദിമാർ എന്ന് ചിന്തിച്ചിരുന്നെടുത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഈ വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള
ആ പദ്ധതി അവതരണവും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതും നമുക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളിലെ ആ വലിയ നേതാവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ വലിയ നേതൃത്വത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയങ്ങളായിരുന്നു. അങ്ങനെ തുടങ്ങി മഹത്തായി പ്രസ്ഥാനത്തിൻ്റെ ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ നേതൃതലത്തിൽ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഒരു പുരുഷായുസ് മുഴുവനും നമുക്ക് നേതൃത്വം നൽകുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ സംയുക്ത ജമാഅത്ത് മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾക്ക് ഖാദി എന്നുള്ള നിലക്ക് എന്നെ ഏത് സമയത്തും ബന്ധപ്പെടാം, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു ദിവസം ഞാൻ ഒഴിവാക്കുകയാണ്. അന്ന് ചികിത്സകൾ ഉണ്ടാവൂല, മറ്റു പരിപാടികളൊന്നും ഉണ്ടാവൂല. ആ ദിവസം നിങ്ങൾക്ക് സംയുക്ത ജമാഅത്തിൻ്റെ ആളുകൾക്ക് നേരിട്ട് വരാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ദിവസം മാറ്റിവെക്കുന്നുവെന്ന്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ മറ്റൊന്നും കൂടി പറഞ്ഞു, നിങ്ങൾ സംയുക്ത ജമാഅത്തിൻ്റെ ഓരോ മഹല്ലുകളിലും പല പരിപാടികൾക്കും എന്നെ വിളിച്ചെന്ന് വരാം. സലാത്ത് വാർഷികമോ അല്ലെങ്കിൽ റാത്തീബോ മറ്റേതെങ്കിലും ഉറൂസോ മറ്റു പരിപാടികൾക്ക് ഒരു പക്ഷേ ക്ഷണിച്ചെന്ന് വരാം. നിങ്ങൾക്ക് എന്നെ ക്ഷണിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാനത് സ്വീകരിക്കും. പക്ഷേ അങ്ങനെ ആകുമ്പോഴും നിങ്ങൾക്കൊരു പരിപാടിക്കൊരു ഡേറ്റ് നൽകിയാൽ, ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്ക് ഞാൻ നിശ്ചയിച്ച് നൽകിയാൽ, പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്ക് വലിയൊരു നേതൃത്വമുണ്ട്. ബഹുമാനപ്പെട്ട ഖബറുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ മേലെ നിന്ന് എനിക്ക് വിളിക്കുകയാണ്, ഇന്ന ദിവസം മർക്കസിലെത്തണം, അല്ലെങ്കിൽ ഇന്ന ദിവസം സംസ്ഥാന SYS സംസ്ഥാന കമ്മിറ്റിയുണ്ട്, അല്ലെങ്കിൽ സമസ്തയുടെ ഒരു സംഗമമുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് വിളിച്ചാൽ എനിക്കൊരു പക്ഷേ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ വല്ല കാരണങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വിളിച്ചാലും എനിക്ക് വരാൻ സാധിക്കാതെ പോകും. അതുകൊണ്ട് നിങ്ങളെ മുൻകൂറായി പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾക്കൊരു ഡേറ്റ് ഞാൻ നൽകിക്കഴിഞ്ഞാൽ, എൻ്റെ നേതൃത്വം എന്നെ വിളിച്ചാൽ, പക്ഷേ നിങ്ങളുടെ ഈ പരിപാടി എനിക്ക് ക്യാൻസൽ ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വരും. അങ്ങനെ ചില സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വെറുക്കരുത് എന്ന് മുൻകൂറായി ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പറഞ്ഞു വെക്കുകയാണ്. അപ്പം ഞാനിതെന്തിനു പറഞ്ഞു? പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പ്രവർത്തിച്ചുവെങ്കിൽ ആ വലിയ ദീർഘവീക്ഷണമുള്ള വലിയ പണ്ഡിതനും ആലിമും സയ്യിദുമായ നേതൃത്വം, അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവർകൾ. അല്ലാഹു തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നന്നാക്കി തരുമാറാവട്ടെ, സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സംഗമം സമാപനത്തിലേക്ക് പോവുകയാണ്. SMA സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫ് ഉസ്താദ് അവറുകൾ ആശംസ അർപ്പിക്കുന്നു.